ഈ കുട്ടി സ്ലിപ്പായി മുതലയുള്ള കുളത്തിലേക്ക് വീഴുന്നു. പെട്ടെന്ന് മുതലേ അവന്റെ നേരെ വരാൻ തുടങ്ങുന്നു. അവൻ പേടിച്ച് നിലവിളിക്കുന്നു. അപ്പോഴേക്കും ഒരു സ്റ്റാഫ് വന്ന് മുതലയെ പിടിക്കുന്നു. അതേസമയം ആ കുട്ടി വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ആ മുതല സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വെള്ളത്തിനടിയിലേക്ക് പോയി ആ കുട്ടിയെ രക്ഷിച്ച് കരയിൽ എത്തിക്കുന്നു. എന്നിട്ട് ആ കുട്ടിയോട് പേടിക്കേണ്ട, നിന്റെ അച്ഛൻ ഇപ്പോൾ വരുമെന്ന് പറയുന്നു. പക്ഷെ അവൻ ആ മുതല അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പോഴേക്കും അച്ഛൻ വന്ന് അവനെ രക്ഷിക്കുന്നു. അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതിന് മുതലയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ആക്ച്വലി ആ മുതല അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതല്ല. ആ സൂവിലെ ഒരു കോവാല ഒഴികെ ബാക്കിയെല്ലാ മൃഗങ്ങളെയും ഭീകരന്മാരായാണ് ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. അവിടെ മുതലയും കോവാലയും മാത്രമല്ല, ഉഗ്രവിഷമുള്ള പാമ്പും തേളും ചിലന്തിയും കാണാൻ വിചിത്രമായ ഒരു പല്ലിയുമുണ്ട്. ആ കോവാലയെ ക്യൂട്ടായ ഒരു ജീവിയായി പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് അത് ഉറങ്ങുന്ന വീഡിയോ പോലും ഒത്തിരി ആളുകൾ കാണുന്നു. പക്ഷെ അവർ ഭീകരന്മാരായി കാണുന്ന ബാക്കി ജീവികളെല്ലാം സത്യത്തിൽ പാവങ്ങളാണ്. അവരെ ഇങ്ങനെയൊരു രീതിയിൽ ചിത്രീകരിക്കുന്നത് അവർക്ക് വിഷമമുണ്ടാക്കുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് അവർ തീരുമാനിക്കുന്നു. കാരണം ആ മുതല ഇവരെ എല്ലാവരെയും തന്റെ മക്കളായാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മുതലയെ ഇവിടെ നിന്ന് മാറ്റിയത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അന്ന് രാത്രി തന്നെ അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ പോകുന്ന വഴി ആ കോവാല അവർക്ക് തടസ്സമായി വരുന്നു. അവൻ അവരെ കളിയാക്കുന്നു. അവരെ പുറത്തു പോകാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വേറെ വഴിയില്ലാതെ തേൾ അതിനെ കുത്തുന്നു. സ്പോട്ടിൽ തന്നെ അവന് ബോധം നഷ്ടമാവുന്നു.